ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന നമ്മൾ വീടിൻ്റെ വയറിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡി ബിയുടെ പൊസിഷൻസ്, അതുപോലെ തന്നെ പൈപ്പുകൾ എങ്ങനെ അടിച്ചു കൊണ്ടുപോകണം, എത്ര എം എമ്മിൻ്റെ പൈപ്പുകളാണ് യൂസ് ചെയ്യുന്നത്, ഡി ബി നമ്മളെ തേപ്പിന് മുന്നേ എങ്ങനെ ഉറപ്പിക്കാം, അങ്ങനെ ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മളൊരു 3 ഫേസിൻ്റെ ഡി ബി ആണ് ഇന്നത്തെ പുതിയ വീടുകളിലെല്ലാം നമ്മൾ ചെയ്യുന്നത്. കാരണം ഭാവിയിൽ നമുക്ക് എ സിയുടെ എണ്ണം കൂടുന്ന സമയത്ത് നമുക്ക് 3 ഫേസ് അത്യാവശ്യമായിട്ട് വരും. ആ സമയത്ത് നമുക്ക് ഡി ബി ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ 3 ഫേസ് ഡി ബി തന്നെ വെച്ച് 3 ഫേസ് മീറ്റർ ബോക്സും വെച്ച് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സിംഗിൾ ഫേസിൻ്റെ കണക്ഷൻ എടുക്കാം. ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഡി ബി യിലേക്ക് 3 ഫേസ് കണക്ഷൻ മാറ്റിയാൽ മതി. ഇപ്പോൾ ഡി ബി ഓൾറെഡി തേപ്പിന് മുന്നാണ് വെച്ചിരിക്കുന്നത്. ഇത് ഓൾറെഡി വി ഗാർഡിൻ്റെ ഡി ബി ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, 3 ഫേസ് ഡി ബി. അതിന് വിജാഗിരിയുള്ള ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് ഇത്രയും പ്രൊജക്ഷൻ വെക്കണം. ഇത്രയും പ്രൊജക്ഷൻ വെച്ച് തേപ്പ് കഴിഞ്ഞതിന് ശേഷം അതിന് ഡോർ കൂടി വെക്കാവുന്ന രീതിയിലുള്ള പ്രൊജക്ഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. അത് കറക്റ്റ് നമുക്ക് ഡി ബി നമ്മൾ അഴിച്ചു നോക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് സിമ്പിളായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനും സാധിക്കും. അതായത് തേപ്പിന് മുന്നേ തന്നെ സെറ്റ് ചെയ്യണതാണ് ഏറ്റവും നല്ലത്. പിന്നെ അതുപോലെ തന്നെ ഈ കാണുന്ന എല്ലാം തന്നെ എൻ്റെ ന്യൂട്രൽ ലിങ്കാണ് കൊടുത്തിരിക്കുന്നത്. ന്യൂട്രൽ കൊടുക്കുന്ന സ്ഥലങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ സർക്യൂട്ടുകളിലെല്ലാം തന്നെ എർത്ത് കൊടുക്കുന്ന ലീഡുകളാണ് ഇവിടെ കംപ്ലീറ്റ് വരുന്നത്, ഡി ബിയിൽ വരുന്നത്. ഇവിടെയെല്ലാം നമ്മൾ എം സി ബികളാണ് കൊടുക്കുന്നത്. ഇത് 6 വേ ഡി ബി ആണ് നമ്മൾ കൊടുക്കുന്നത്. ഈ സൈഡിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന പൈപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീറ്റർ ബോക്സിലേക്ക് പോകുന്ന പൈപ്പാണ് ഈ സൈഡിൽ നിന്ന് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ കൺസീൽ ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നു. പിന്നെ മുകളിൽ നിന്ന് വരുന്ന പൈപ്പുകളെല്ലാം തന്നെ റൂമിൽ നിന്ന് വരുന്നതും പല പല റൂമുകളിൽ നിന്ന് വരുന്നത്, ഹാളിൽ നിന്ന് വരുന്നതും, കിച്ചണിൽ നിന്ന് വരുന്നതും, അങ്ങനെ എല്ലാ പൈപ്പുകളും നമ്മൾ ഡി ബിയിലേക്ക് ഇറക്കിയിരിക്കുന്നത്. ഈ പൈപ്പുകളെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് 25 mm പൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് 1 ഇഞ്ച് പൈപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതെല്ലാം തന്നെ കൊണ്ടുപോകുന്നതിന് മുന്നായിട്ട് നമ്മൾ ജംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. അതായത് പല പല സ്ഥലങ്ങളിൽ പൈപ്പുകളുടെ എണ്ണം നമ്മൾ കൂട്ടി അടിച്ചതിന് ശേഷം അതിനുശേഷം 6-4 ഇതെല്ലാം വെച്ച് കൊണ്ടുപോകുന്നു. അപ്പോൾ ഈ 6-4 PVC ബോക്സ് വെച്ചിരുന്ന സ്ഥലത്ത് എവിടേക്കാണോ പോകേണ്ടത് അവിടെ നിന്ന് ലിങ്ക് ചെയ്ത് നമുക്ക് എടുക്കാൻ സാധിക്കും. അതുമാത്രമല്ല, നമുക്ക് എന്തെങ്കിലും ഒരു കണക്ഷൻസോ കാര്യങ്ങളോ പിന്നീട് വലിക്കണമെങ്കിലും വളരെ സിമ്പിളായിട്ട് തന്നെ കൈകാര്യം ചെയ്യാവുന്ന രീതിയിൽ അതിൻ്റെ മുകളിൽ വയ്ക്കുന്ന 4 ഷീറ്റ് അഴിച്ചാൽ തന്നെ വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് എല്ലാം തന്നെ സ്റ്റീലിൻ്റെ ബോക്സുകളാണ് എല്ലാം കൊടുത്തിരിക്കുന്നത്. ഒരിക്കലും തുരുമ്പെടുക്കാത്ത രീതിയിൽ ലൈഫ് ലോങ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് സ്റ്റീലിൻ്റെ ബോക്സുകൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ സെക്ഷനിലേക്ക് പോകുന്നത് നമ്മളൊരു 4 വെച്ചതിന് ശേഷം നമ്മുടെ സ്റ്റെയറിൻ്റെ ഏരിയയിലേക്കും പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ റൂമിലേക്കും വരുന്നുണ്ട്. റൂമിലേക്ക് നമ്മൾ സെപ്പറേറ്റ് ഒരു 1 ഇഞ്ച് അഴിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഡി ബിയിൽ നിന്നും സെപ്പറേറ്റ് ഒരു 3 പൈപ്പ് വരുന്നത്, ഈ സൈഡിലേക്ക് വരുന്ന 3 പൈപ്പ്, അതിൽ ഒരു പൈപ്പ് നമ്മൾ റൂമിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ ഹാളിലേക്ക് പോകുന്നു. കിച്ചൺ സൈഡിലേക്കൊക്കെ സെപ്പറേറ്റ് പൈപ്പുകളാണ് കൊണ്ടുപോകുന്നത്. അത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം സെപ്പറേറ്റ് പൈപ്പുകൾ പോവുകയാണെങ്കിൽ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ വയറുകൾ ടൈറ്റ് ആവാത്ത രീതിയിൽ നമുക്ക് വയർ വളരെ സിമ്പിളായിട്ട് വലിച്ചെടുക്കാനും സാധിക്കും. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വയർ ഒരിക്കലും ടൈറ്റ് ആവാത്ത രീതിയിൽ വളരെ സിമ്പിളായിട്ട് എല്ലാ റൂമുകളിലേക്കും ഹാളുകളിലേക്കും എല്ലാ സ്ഥലത്തേക്കും വയറുകൾ ടൈറ്റ് ആവാത്ത രീതിയിൽ നമ്മൾ വയർ വലിക്കാൻ സാധിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ പൈപ്പ് അടിക്കേണ്ടത്. അത് വലിച്ചാൽ തന്നെ ഇൻഡക്ഷൻ മൂലമുള്ള കറണ്ട്, അതായത് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്ത് കിടന്നാലും ചില സ്ഥലങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫുൾ ലാമ്പുകളും അതുപോലെ ചില LED വർക്ക് ചെയ്യുന്ന ഇൻഡക്ഷൻ കറണ്ടാണ്. അത് നമുക്ക് മാക്സിമം ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും വയർ ചൂടാവുന്ന സമയത്ത് മൊത്തം കത്ത് പിടിക്കുന്ന അവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതും ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ മാക്സിമം പൈപ്പുകളുടെ എണ്ണം കൂട്ടി അടിക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം മെയിൻ്റനൻസ് കുറയ്ക്കാം. അതുപോലെ തന്നെ കംപ്ലയിൻറ്റ്സ് കുറയ്ക്കാം. നമുക്ക് നല്ല രീതിയിൽ വൃത്തിയായിട്ട് കസ്റ്റമറിന് സിമ്പിളായിട്ട് നമുക്ക് വിശ്വസിച്ച് ഒരു 100% വിശ്വസിച്ച് തന്നെ കസ്റ്റമറിന് നമുക്ക് വീട് വിശ്വസിച്ച് ഏൽപ്പിക്കാനും പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.